ISLിലെ ആദ്യ 8 മത്സരങ്ങളിൽ നിന്ന് 2 വിജയം, 2 സമനില, 4 തോൽവി. അങ്ങനെ ആകെ മൊത്തം 8 പോയിന്റുമായി 10ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ. വളരെ മോശം തുടക്കം എന്ന് തന്നെ എടുത്തു പറയണം ഈ ഒരു തുടക്കത്തെ. ഇനി ഈ ഒരു 4 തോൽവികളിലേക്ക് വന്നാൽ 3 തോൽവിയും നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ ഹോം ഗ്രൗണ്ടായ കൊച്ചിയിൽ വെച്ചാണ്. കൊച്ചിയിൽ നടന്ന 4 മത്സരങ്ങളിൽ 1 വിജയവും 3 തോൽവിയുമാണ് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതായത് ആകെ 3 പോയിൻ്റ് മാത്രം. ബാക്കിയുള്ള 5 പോയിൻ്റ് നമുക്ക് കിട്ടിയത് എവയിൽ നിന്നായിരുന്നു. മുൻ സീസണുകളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് കൊച്ചിയിൽ നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇത്തവണ വരുമ്പോൾ ഹോം ഗ്രൗണ്ടിൽ കാലിടറുന്ന ബ്ലാസ്റ്റേഴ്സിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഗോൾ സ്കോറിങ്ങിലേക്ക് വന്നാൽ 12 ഗോളുകളാണ് ഈ 8 മത്സരങ്ങളിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്തിട്ടുള്ളത്. എന്നാൽ സ്കോർ ഷീറ്റിൽ 3 പേര് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. അതും 3 ഫോറിൻ പ്ലെയേഴ്സാണ്. അറ്റാക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ കളിക്കുന്ന നോഹ സദോയ്, ഹേസൂസ് ഹിമിനസ്, പെപ്ര ഇവരെ 3 പേര് മാത്രമേ നമുക്ക് ഈ ഒരു സ്കോർ ഷീറ്റിൽ കാണാൻ പറ്റൂ. 6 ഗോളുമായി ഹേസൂസ് ഹിമിനസ് ആണ് ഗോളടിയിൽ ഒന്നാമതായി നിൽക്കുന്നതെങ്കിൽ 2ാം സ്ഥാനത്ത് 3 ഗോളുമായി നോഹയും പെപ്രയും ഉണ്ട്. സോ ഒരു ഇന്ത്യൻ ഗോൾ സ്കോറിൻ്റെ അഭാവം നമുക്ക് നല്ല രീതിയിൽ ഇവിടെ പ്രതിഫലിക്കുന്നതായിട്ട് കാണാം. കഴിഞ്ഞ സീസണുകളിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അതിനൊരു മാറ്റവുമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു മാറ്റം നമുക്ക് എത്ര പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുന്നു അതിനനുസരിച്ചിട്ട് മാത്രമേ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാൻ പറ്റുകയുള്ളൂ. ഇനി ഗോൾ കൺസീഡ് ചെയ്ത കാര്യത്തിലേക്ക് വന്നാൽ നമ്മൾ 16 ഗോൾ കൺസീഡ് ചെയ്തു. സോ നമ്മളുടെ ഗോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 12 - 16, അതായത് -4 നമ്മളുടെ ഗോൾ ഡിഫറൻസ്. കഴിഞ്ഞ സീസണിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ശോകമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇത്രയധികം ഗോളൊന്നും കഴിഞ്ഞ സീസണിൽ ഈ ഒരു ടൈമിൽ കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പോയിൻ്റ് വൈസ് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ സീസണിൽ ഇതേ സമയത്ത് നമ്മൾ ഏകദേശം ഡബിൾ പോയിൻ്റ്, അത് ഒരു 16 മീത്ത പോയിൻ്റ് നമ്മൾ ഈ സമയത്ത് നേടിയിരുന്നു. അവിടെയാണ് ഇപ്പോൾ 8 പോയിൻ്റ് എന്ന് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഡൗൺഫാൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഗോൾ കൺസീഡ് ചെയ്തതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് പ്ലെയേഴ്സിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ നിർണായകമായി ഈ ഒരു ഗോൾ കൺസീഡ് ചെയ്യുന്നതിൽ. പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. സോ ഈ ഒരു പരിതാപകരമായ ഒരു തുടക്കത്തിന് നമ്മൾ ആരെയാണ് പഴിക്കേണ്ടത്? പ്ലെയേഴ്സിനെയോ അല്ല കോച്ചിനെയോ സ്പോർട്ടിംഗ് ഡയറക്ടറെയോ മാനേജ്മെൻറ്റിനെയോ? സോ നമുക്ക് ഓരോന്നായി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പ്ലെയേഴ്സിനെ കുറിച്ച് ആദ്യം പറഞ്ഞാൽ പല പ്ലെയേഴ്സ് ഇഞ്ചുറി ആയിട്ട് മിസ്സിംഗ് ആണ്, അതൊരു കാര്യം. ഇനി പ്ലെയേഴ്സിൻ്റെ മറ്റൊരു കാര്യത്തിലേക്ക് വന്നാൽ പലപ്പോഴും ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് നമുക്ക് പണി തന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പല സമയത്ത് പല കളികളിലും നമുക്ക് കിട്ടേണ്ടിയിരുന്ന 1-2 പോയിൻറ്റുകൾ ഇല്ലാതാക്കിയത് ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് തന്നെയാണ്. ഒഡീഷയ്ക്കെതിരായും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരായുള്ള മത്സരം എടുത്തു നോക്കിയാൽ അതിവിടെ നമുക്ക് പണി തന്നത് സച്ചിൻ സുരേഷിൻ്റെ മിസ്റ്റേക്കായിരുന്നു. അല്ലെങ്കിൽ ഒരു 2-3 പോയിൻ്റ് നമുക്ക് അധികം കിട്ടേണ്ടതായിരുന്നു. ആൻഡ് BFCക്കെതിരായ വളരെ ക്രൂഷ്യലായിട്ടുള്ള ആ ഒരു മാച്ചിലേക്ക് വന്നാൽ പ്രീതം കോട്ടാലിൻ്റെയും സോംകുമാറിൻ്റെയും ബ്ലണ്ടേഴ്സാണ് നമുക്ക് പണി തന്നത്. അല്ലെങ്കിൽ ഒരു ഡ്രോ അല്ല, ഒരു വിജയം തന്നെ അർഹിച്ച ഒരു മത്സരം നമ്മൾ അത്ര മനോഹരമായിട്ട് കളിച്ചിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് ആ മത്സരം വഴുതിപ്പോകുന്നതാണ് കണ്ടത്. സോ ഇതൊക്കെയാണ് പ്ലെയേഴ്സിൻ്റെ ആ ഒരു കഴിഞ്ഞ സീസണിൽ മുതലേ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക്. നമ്മൾ പ്രീ സീസൺ സമയത്തൊക്കെ പറഞ്ഞിരുന്നു, അത് വീണ്ടും വളരെ ശക്തിയായ രീതിയിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്കൊരു എന്താ പറയുക, ഒരു ദുഃഖകരമായൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇനി കോച്ചിലേക്ക് വന്നാൽ നമുക്കറിയാം, കോച്ചിൻ്റെ പ്രിഫറൻസിൽ വന്ന പ്ലെയേഴ്സ് വളരെ കുറവാണ്. സ്റ്റാഹ്രാശം വന്നതിന് ശേഷം 2 പ്ലെയേഴ്സിനെ മാത്രമേ ഫോറിൻ പ്ലെയേഴ്സിൽ സൈൻ ചെയ്തിട്ടുള്ളൂ. ഹേസൂസ് ഹിമിനസും ആൻഡ് കൊയ്ഫും. അല്ലെങ്കിൽ ഹിമിനസ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, 6 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. കൊയ്ഫും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് പറയാം. ബാക്കി പ്ലെയേഴ്സൊക്കെ ഓൾറെഡി സൈൻഡ് പ്ലെയേഴ്സായിരുന്നു. സോ ആളുടെ ഒരു പ്രിഫേർഡ് 11 അല്ല, അല്ലെങ്കിൽ പ്രിഫേർഡ് പ്ലെയേഴ്സ് അല്ല ആളുടെ അണ്ടർ കളിക്കുന്നതെന്ന് വേണമെങ്കിൽ ഒരു എക്സംഷൻ ആൾക്ക് വേണം കൊടുക്കാം. എന്നാൽ പോലും പലപ്പോഴും ആളുടെ ടാക്ടിക്സ് വർക്കാവുന്നില്ല എന്ന് നമുക്ക് കാണുന്നുണ്ട്. ആളുടെ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ പക്ക ആണെങ്കിലും ടാക്ടിക്സ് പലപ്പോഴും വീക്കായി പോകുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് HFCക്കെതിരായ മാച്ചിൽ നമ്മൾ ഇന്നിപ്പോൾ റഫറീനൊക്കെ എന്ത് കുറ്റം പറഞ്ഞാലും നമ്മൾ അത്യാവശ്യം ജയിച്ച് കയറേണ്ട ഒരു മത്സരമായിരുന്നു. അത്രയധികം അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. HFC പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു ടീമായിരുന്നു. അവർക്ക് പ്രോപ്പറായിട്ട് പ്രീ സീസൺ പോലും കിട്ടിയിട്ടില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ജയിക്കേണ്ടിരുന്ന മത്സരം, നമ്മുടെ ഹോം ഗ്രൗണ്ടിലെ ആ മത്സരം നമ്മൾ 2-1 കൈവിട്ട് കളഞ്ഞത് ഒരിക്കലും അതിൽ നിന്ന് കോച്ചിന് എന്ത് പറഞ്ഞിട്ടും തടിയൂരാൻ പറ്റിയില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. സോ അതാണ് കോച്ചിനെ കുറിച്ച് പറയേണ്ടത്. ഇനി നിർണായകമാണ് 2 മത്സരങ്ങൾ സ്റ്റാഹറെ ആശാനെ സംബന്ധിച്ചിടത്തോളം. 24 നടക്കുന്ന ചെന്നൈയിനെതിരായ മാച്ചിനായാലും 28 നടക്കുന്ന ഗോവയ്ക്കെതിരായ മാച്ചിനായാലും ഒരു പോസിറ്റീവ് റിസൾട്ടിലേക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഒരു ജയം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആളുടെ സ്ഥാനം തെറിക്കും എന്ന കാര്യം നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. ഇനി സ്പോർട്ടിംഗ് ഡയറക്ടർ കരോളിസ് കിങ്കിസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ പ്രോപ്പറായിട്ട് ആൾ ഫോറിൻ സൈനിങ്സൊക്കെ അത്യാവശ്യം ഡീസൻ്റായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് സൈനിങ്ങിൽ
പൈസ എറിയാനും അല്ലെങ്കിൽ നല്ല പ്ലേയേഴ്സിനെ എത്തിക്കാനും നല്ല ബാക്കപ്പ് പ്ലേയേഴ്സിനെ എത്തിക്കാനും നമുക്ക് നമ്മുടെ വീക്ക്നെസ്സുകളായിട്ടുള്ള പൊസിഷനുകളിൽ, അതായത് വിങ്ങർമാരായാലും ഇപ്പോൾ റൈറ്റ് വിങ്ങർ അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് ആ പൊസിഷൻ, അല്ലെങ്കിൽ ഗോൾ കീപ്പർ ആ പൊസിഷനുകളിലേക്ക് നല്ല പ്ലേയേഴ്സിനെ, അതായത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും എന്ന രീതിയിലുള്ള പ്ലേയേഴ്സിനെ എത്തിക്കുന്നതിൽ ആളൊരു വിമുഖത കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. സോ ആൾക്കും ഈ ഒരു നമ്മളൊരു മോശം തുടക്കത്തിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ മാനേജ്മെൻറ്റ്, അതിന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമ്മളെ ഒരു ഇത്രയധികം ഫാൻസുള്ള വേറൊരു ടീം ISL ഇല്ല. സോ നമ്മളെന്തായാലും ഒരു കപ്പ് ഡിസർവ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു ടീമിനെ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരാധക കൂട്ടായ്മയ്ക്ക് ഒരു കപ്പിന് എടുത്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് എടുക്കുക എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷെ അത് അവർ കൃത്യമായിട്ട് നടപ്പാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം. അവർക്ക് പലപ്പോഴും ബിസിനസ് മൈൻഡായിട്ട് നീങ്ങുകയും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതിലൂടെ നമ്മൾക്ക് അർഹിച്ച ഒരു കപ്പാണ് ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നത്. സോ മാനേജ്മെൻറ്റും ഈ ഒരു പിന്നെ മോശം തുടക്കത്തിന് കാരണക്കാർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആരാണ് ഈ ഒരു കഴിഞ്ഞ സീസണിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെയധികം ഡൗൺഫാളാണ് ഈ സീസണിൽ ഉണ്ടായിട്ടുള്ളത്, അതിന് കാരണം? സോ ഇതിനെന്താണൊരു പരിഹാരം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇതിനെക്കുറിച്ചൊരു ലൈവ് ഡിസ്കഷൻ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. നമുക്ക് വരും ദിവസങ്ങളിൽ അത് നടത്താമെന്ന് കരുതുന്നു. സോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.